നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2026 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. കാരണം കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് 2026 നടത്തിയത്. പിന്നെ ഇപ്പൊ നമുക്കറിയാം ജൂൺ മാസമല്ലേ ആയിട്ടുള്ളൂ. ഈ 4-5 മാസം കൊണ്ട് കുറച്ച് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 51/2026. ക്വസ്റ്റ്യൻ നോക്കാം. വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായതാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്നത്, ഒന്നാമത്തെ ആൻസർ ബി ആണ് വരുന്നത്. ബി എന്താണ്? തെറ്റാണ് കേട്ടോ. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്ന് നോക്കിക്കേ. വാസ്കോ ഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 മെയ് മാസം 20-ാം തീയതി ആയിരുന്നു. ശരിയായ പ്രസ്താവനയാണ്. 1498. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. അപ്പൊ ഇവിടെ വാസ്കോ ഡ ഗാമ പറയുമ്പോൾ പോർച്ചുഗീസുകാരാണ്. ഇനി 1604 ഡച്ചുകാർ എവിടെ എത്തിച്ചേരുന്നത്? കോഴിക്കോട് എത്തിച്ചേരുന്നത്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം അല്ലെ. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും കൂടി നടന്ന യുദ്ധമാണ് അല്ലെ. അപ്പൊ അതിൽ ഡച്ചുകാരെ എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. അതുകൊണ്ടാണ് ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധം എന്ന് പറഞ്ഞ് 1741 കുളച്ചൽ യുദ്ധം പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ 3 പ്രസ്താവനകൾ പഠിച്ചല്ലോ. വാസ്കോ ഡ ഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 മെയ് മാസം 20, കോഴിക്കോട് കാപ്പാട് തുറമുഖത്ത് അല്ലെ. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് ഏതാണ്? കുളച്ചൽ യുദ്ധം അല്ലേ. ആരൊക്കെ തമ്മിലായിരുന്നു? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ആയിരുന്നു. അത് പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇവിടെ കുഞ്ഞാലിമരക്കാരന്റെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലെ. കുഞ്ഞാലിമരക്കാർ 4-ാമനെ തൂക്കിലേറ്റിയ വർഷം എപ്പോഴാണ് അദ്ദേഹം ഡൈഡ് ആകുന്നത്? അദ്ദേഹം ഗോവയിൽ വെച്ചിട്ടാണ്. 1599 അല്ല, 1600 കേട്ടോ. അവിടെ പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരക്കാർ 4-ാമനെ തൂക്കിലേറ്റുന്ന വർഷം 1600. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചല്ലോ. 4 ഓപ്ഷനും വൃത്തിയായി പഠിച്ചില്ലേ. അടുത്ത് നോക്ക്. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. അപ്പൊ ഞങ്ങൾക്ക് അറിയാലോ 2 ഓപ്ഷനുകൾ. അതൊന്നും ഞങ്ങളോട് പറയാം. എന്തായാലും ഇവിടെ എയും ബിയും തന്നിട്ട് പിന്നെ 2 ഓപ്ഷൻ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ നോക്ക്, 2 ഓപ്ഷൻ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ ആൻസർ ചെയ്താ വരിക. രണ്ടാമത്തെ ആൻസർ വരുന്നത് ഡി ആണ്. എയും ഡിയുമാണ് കേട്ടോ. എയും ഡിയുമാണ്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772 മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്തത് 1772. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു പോയിന്റ് ആദ്യം പഠിക്കുക. മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാന്ന് ചോദിച്ചാൽ അത് സംക്ഷേപ വേദാർത്ഥമാണ്. ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841. വർഷങ്ങളൊക്കെ നമുക്ക് തിരിഞ്ഞു പോകും അല്ലേ. ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ബർണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841. പഠിച്ചു വെക്കണം. അത് 2 വർഷങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ ഹെർമൻ ഗുണ്ടർട്ട് 1845 പ്രസിദ്ധീകരിച്ച മലയാള പത്രമാണ് രാജ്യസമാചാരവും പശ്ചിമോദിയും പറയുന്നത്. ഹെർമൻ ഗുണ്ടർട്ടിന്റെ തന്നെയാണ് രാജ്യസമാചാരവും പശ്ചിമോദിയും. പക്ഷെ 45-ലല്ല, 1847 പഠിച്ചു വെക്കണം. 1847 ഹെർമൻ ഗുണ്ടർട്ടും എന്ത് ചെയ്യുന്നത്? 2 മലയാള പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. രാജ്യസമാചാരവും പശ്ചിമോദി. തെറ്റിക്കരുത് കേട്ടോ, തെറ്റിക്കരുത്. ഫസ്റ്റ് നോക്ക്. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ചിട്ട് ക്രമീകരിക്കുക.
ബോംബെ ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നത്, ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നത്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നത്, സന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ ആൻസർ ഏതാണ് വരിക? എന്തായാലും നമുക്ക് ഇതിലിപ്പോ ഇപ്പൊ 1-2 കാര്യങ്ങൾ നമുക്കിപ്പോ റെഗുലേറ്റിംഗ് ആക്ട് നമുക്ക് കിട്ടും. 1773 റെഗുലേറ്റിംഗ് ആക്ട് എന്നുള്ളത് നമുക്ക് ആൻസർ അറിയും. പക്ഷെ മറ്റുള്ളത് കറക്റ്റ് ഡേറ്റ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകണം അല്ലേ? പക്ഷെ നമുക്കതിൽ ഒരു എന്താ പറയുക 50-50 ചാൻസ് എടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? ഡി ആണ്. മനസ്സിലായോ? സന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് 1800, അത് നമുക്ക് വർഷം അറിയാവുന്നതാണ്. ഒരു അത്യാവശ്യം പഠിച്ചവർക്കൊക്കെ അറിയാം. സന്താൾ കലാപം നടക്കുന്നത് 1855 കാലഘട്ടത്തിലാണ്. അപ്പോൾ 1855 ബാക്കി എല്ലാ മേഖലകളും നോക്കുന്ന സമയത്ത് ഒക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. അതൊക്കെ അതിന് മുമ്പേ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവസാനം ഡി വരുന്ന ഒരു ഓപ്ഷൻ എടുത്തിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിയും ഡിയും ഓപ്ഷൻ എടുത്ത് മാറ്റാൻ പറ്റും. ലാസ്റ്റ് അവസാനം ഡി വരുന്ന ഓപ്ഷൻ 2 എണ്ണമേ ഉള്ളൂ അല്ലേ? പിന്നെ അതിലും നമുക്കൊരു റിസ്ക് എടുക്കാം. പിന്നെ നമുക്ക് ഒരു 50-50 ചാൻസ് എവിടെ ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ചെയ്യേണ്ട ഒരു രീതിനെ കുറിച്ചിട്ടാണ് എനിക്ക് നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് അതിന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇപ്പൊ റെഗുലേറ്റിംഗ് ആക്ട് നമുക്കറിയാം, ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായിട്ടൊക്കെ നടപ്പിലാക്കിയ കുറേ ആക്ടുകളിലൂടെയാണ് അല്ലേ വരുന്നത്. അപ്പൊ തന്നെ അറിയാം ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് 1773 വർഷം അറിയില്ല എന്ന് വെക്കാം. പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഫസ്റ്റ് കൊണ്ടുവന്നതൊക്കെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. എന്നിട്ടൊക്കെയാണ് പിന്നീട് ഓരോരോ ഭാഗങ്ങളിൽ നികുതി സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ബി ആണ് എന്ത് ചെയ്യണം ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ മാർക്ക് കിട്ടും. പക്ഷെ എക്സാം ഹാളിൽ നമ്മുടെ മൈൻഡ് എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബി ഓപ്ഷൻ വരണം. ഏതാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നത് 1773 മനസ്സിലായല്ലോ? പഠിച്ചു വെച്ചോളണം, ഇനി തെറ്റിക്കാൻ പാടില്ല. ഇനി രണ്ടാമത് ഓപ്ഷൻ ഏത് വരണം? സി വരണം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു 1793. ഇപ്പൊ 73 കഴിഞ്ഞു, 93 ഇവിടെ ബംഗാളിൽ. അടുത്തത് ബോംബെ ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായിട്ട് നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ പറയും റൈത്ത്വാരി സിസ്റ്റം, റൈത്ത്വാരി സമ്പ്രദായം, മഹൽവാരി വ്യവസ്ഥ എന്നൊക്കെ പഠിക്കാറുണ്ട്. അത് എവിടെ എന്ത് എന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനുള്ള ആൻസർ പറ്റുള്ളൂ അല്ലേ? അപ്പൊ സാധാരണ റൈത്ത്വാരി സമ്പ്രദായം പഠിക്കും. അത് എവിടെയാണ്? ബോംബെ ഡെക്കാൻ മേഖലകളിലാണ്. അത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നതാണ് 1820. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സന്താൾ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് 55, 56, 4. മനസ്സിലായി? ഇങ്ങനെയാണ് ഇതിന്റെ ഓർഡർ വരുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ 2 പ്രസ്താവനകളുള്ള ഓപ്ഷൻ കണ്ടെത്തുക. ഒന്ന് കണ്ടെത്തിയ 2 ഓപ്ഷൻ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന്? ആൻസർ സി ആണ്. ബിയും ഡിയുമാണ് കേട്ടോ. ബിയും ഡിയുമാണ്. ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. മനസ്സിലായോ? എന്താണ് 1915 ജനുവരി 9 യുവജന ദിനം അല്ലെ? ജനുവരി 9 അവസാനിപ്പിച്ച മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9. അടുത്തത് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. മനസ്സിലായല്ലോ? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. നമുക്കിത് വേഗം കിട്ടും. ആൻസർ എന്തായാലും നമുക്കറിയാം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നമുക്കറിയാം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരമാണ്. ഓപ്ഷനിൽ എന്തായാലും ഡി എന്ന ഓപ്ഷൻ ഉണ്ടാകണം. അപ്പൊ ഇതിൽ ഡി ഇല്ല, ഇതിലും ഡി ഇല്ല. പിന്നെ ഇതും അറിയാം, ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ചത് ഗാന്ധി എത്തിയത് 1915 ജനുവരി 9. എന്തായാലും ഓപ്ഷനിൽ ഏതുണ്ടാകണം? ബി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകണം അല്ലേ? ബി എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവണം. അപ്പൊ ഇതിൽ ബി ഇല്ല, തെറ്റ്. കണ്ടോ? ആൻസർ എത്തി. അടുത്ത നോക്കുക. തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഏതാണ് ആൻസർ? സി ആണ് കേട്ടോ. മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് 1946 സ്ഥാപിതമായി. മാവോയുടെ നേതൃത്വത്തിൽ, മാവോ സേതുങ് ഉണ്ടല്ലോ, അവരുടെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് 1946 സ്ഥാപിതമായി.
താഴെ തന്നിരിക്കുന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തി കണ്ടെത്തുക. ഇതിൽ തന്നിട്ടുള്ളതില് കെമിസ്ട്രിയില് നോബൽ പുരസ്കാരം നമ്മൾ ക്ലാസ് എടുത്തതാണ്. ആരായിരുന്നു 2025 കെമിസ്ട്രിയില് നോബൽ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ജോൺ എം മാർട്ടിനസ് ആണ്. ആരാണ്? ജോൺ എം മാർട്ടിനസ് ആണ്. ചുവടെ നൽകിയിരിക്കുന്നത് കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഡി ആണ്. നമ്മൾ 130 സിമെന്റ് ഇതുവരെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? 966 ബി ഏറ്റവും ചെറുത് നമ്മുടെ പാലക്കാടാണ് 966. അതേപോലെ 966 ബി ആണ് ഏറ്റവും ചെറുത്. അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ? പിന്നെ 183 എ ഉണ്ട്, 866 ഒക്കെ ഉണ്ട് കേട്ടോ. നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു തന്നതാണ്. പറയുക. നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? കണ്ടോ? SCERT ആണ്, പുതിയ SCERT ആണ്. ആൻസർ സി യിലെ 150 മീറ്റർ മുതൽ 600 to 900 മീറ്റർ വരെയാണ്. 150 മീറ്റർ മുതൽ 600 മുതൽ 900 മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമിയുടെ സ്ഥിതി ചെയ്യുന്നത്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ മക്കളെ എന്താണ്? ക്ലാസ് കാണുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഇന്നലെ പഠിപ്പിച്ചു, 2 ദിവസം മുമ്പ് പഠിപ്പിച്ചു, ഇന്നലെ പഠിപ്പിച്ചു. ഇതൊക്കെ ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ. വൃഷ്ടിപ്രദേശം എന്താണ് അറിയപ്പെടുന്നത്? നീർത്തടങ്ങൾ അല്ലെ? എന്താണ്? നീർത്തടങ്ങളാണ്. താഴെ നൽകിയിരിക്കുന്ന വിവിധ ഇനം വരൾച്ചകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വരൾച്ചകൾ. ആൻസർ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. എന്നാ ഓരോന്ന് വെച്ച് പഠിച്ചോ. അല്ലേ? 4 ഓപ്ഷൻ കാണാനില്ല. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും വിവിധ ഇനം വരൾച്ചകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇവിടെ ആകെ 1 ഓപ്ഷൻ, 2 ഓപ്ഷൻ, 3 ഓപ്ഷനിലേ തന്നിട്ടുള്ളൂ. പിന്നെ എങ്ങനെ ഇവർ 4 ഓപ്ഷനിൽ ശരിയാണ് പറഞ്ഞത്? കുട്ടികൾ അല്ലെ? എന്താണ്? ഓരോ പ്രദേശത്തും ഓരോ കാലത്തും ലഭിക്കേണ്ട മഴയുടെ അളവ് ദീർഘകാലങ്ങളിൽ കുറയുന്ന സാഹചര്യമാണ് കാലാവസ്ഥാപരമായ വരൾച്ച. അത് ശരിയാണ് അല്ലെ? മഴ കുറയും തോറും വരൾച്ചയുടെ എന്താകും? കൂടി വരും അല്ലെ? വിളകൾക്ക് വളരാൻ ആവശ്യമായ മണ്ണിന്റെ ഈർപ്പത്തിലെ കുറവിനെയാണ് കാർഷിക വരൾച്ച എന്ന് പറയുന്നത്. വിവിധ സംഭരണികളിലും അതായത് ജലലഭ്യതകൾ, തടാകം, അണക്കെട്ട് തുടങ്ങിയവയിലും വർഷണത്തിന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിലും താഴേക്ക് ജലലഭ്യത കുറയുന്നതാണ് ജലപീഠ ശോഷണ വരൾച്ച. ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഭൂമിശാസ്ത്രത്തിൽ മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കാർ റിട്ടർ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ എന്തു പറയും? ഉയരം കൂടുന്തോറും അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ എന്തു പറയും? ഏതാണ്? താപവിപര്യം. ഏതാണ്? താപവിപര്യം. ചേരുംപടി ചേർത്തേ. ഇതിൽ ആരെങ്കിലും ഒരാളിന് ചേരുംപടി ചേർക്കുക. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് ഉള്ളത് പറഞ്ഞാൽ ആ ഓപ്ഷൻ എടുക്കുക. വേഗം അത് ചെയ്യാൻ നോക്കുക കേട്ടോ. ചേരുംപടി ചേർക്കുക. ആൻസർ ഏതാണ്? സി ആണ് കേട്ടോ. 1 ഏതാണ്? ഡി ആണ്. ദശവർഷ പദ്ധതി കൊണ്ടുവന്നത്. ദശവർഷ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദശവർഷ പദ്ധതി, വാർഷിക പ്ലാൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എം വിശ്വേശ്വരയ്യ. അവിടെ കറക്റ്റ് മലയാളം തന്നു അല്ലെ? ദശവർഷ പദ്ധതി എം വിശ്വേശ്വര അയ്യ. അടുത്തത് ഗാന്ധിയൻ പ്ലാൻ. ഗാന്ധിയൻ പ്ലാൻ ആരാ കൊണ്ടുവന്നത്? NS അഗർവാൾ ആണ്. അടുത്തത് ദേശീയ ആസൂത്രണ കമ്മിറ്റി JRD ടാറ്റ. ദേശീയ ആസൂത്രണ കമ്മിറ്റി ഇവിടെ ശ്രദ്ധിച്ചേ. ജവഹർലാൽ നെഹ്റു അല്ലെ? ആരാണ്? ജവഹർലാൽ. ഒരു മിനിറ്റ്. ദേശീയ പ്ലാനിംഗ് കമ്മിറ്റി കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ബോംബെ പ്ലാൻ കൊണ്ടുവന്നത് GRD ടാറ്റയാണ്. അപ്പൊ 3C വരുന്ന ഓപ്ഷൻ ഏതാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതില് ഇപ്പൊ ദശവർഷ പദ്ധതി വാർഷിക പ്ലാൻ ആണ്. അപ്പൊ അത് നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ കൂടിയിട്ട് ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ് അറിയാമെങ്കിൽ 3C വരുന്ന ഓപ്ഷൻ ഏതാ നോക്കാം. 3C ഇല്ല. കണ്ടോ? ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയാണ് കാരജാസ്. അത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. പഠിച്ചോ? ക്വസ്റ്റ്യൻ പഠിച്ചോ? ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയാണ് ഇത്? കാരജാസ്.
താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ പേര് കണ്ടെത്തുക. പെട്ടെന്ന് കിട്ടും, ഇതൊക്കെ വേഗം കിട്ടും. 1982 കണ്ടോ, 1982 നബാർഡ് കണ്ടോ, ആൻസറിലേക്ക് എത്തി. 1982 നിലവിൽ വന്നു. കാർഷിക മേഖലാ വികസനം, ഗ്രാമീണ മേഖലാ വികസനം, ഗ്രാമീണ വായ്പയുടെ ഉന്നത സ്ഥാപനം അല്ലേ, ഇതൊക്കെ എന്താണ് നബാർഡ്. ഏതാണ് കമ്മിറ്റി, ഏത് കമ്മിറ്റി പ്രകാരമാണ് നബാർഡ് നിലവിൽ വരാൻ കാരണം? ശിവരാമൻ കമ്മിറ്റിയാണ് കേട്ടോ. ഏതാണ്? ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് 1982 കാർഷിക വികസനത്തിനും ഗ്രാമീണ മേഖലാ വികസനത്തിനും ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നതാണ്. അടുത്ത ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? യോജിക്കാത്തത് നോക്കിക്കേ. ഹരിത വിപ്ലവം ധനികരായ കർഷകർക്കാണ് കൂടുതൽ ഗുണം ചെയ്തത്. ശരിയാണ്. അന്തരം വർദ്ധിച്ചു അല്ലെ, സാധാരണക്കാരും ധനികരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് ഹരിത വിപ്ലവം പഠിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പൊ ധനികരായ കർഷകർക്കാണ് കൂടുതൽ ഗുണം ചെയ്തത്. ശരിയായ പ്രസ്താവനയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. ശരിയാണ്. ഗവൺമെന്റിന്റെ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് പാവങ്ങൾക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ സാധിച്ചു. ശരിയാണ്. അപ്പൊ ഇതൊന്നും തെറ്റല്ല എന്നാ പറയുന്നത്. അപ്പൊ ഇവയൊന്നുമല്ല. താഴെ പറയുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം. ഇതൊക്കെ അറിയണം കേട്ടോ. താഴെ പറയുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അങ്ങനെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏതാണ്? പ്രായപൂർത്തി വോട്ടവകാശമാണ്. 1976 42-ാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതൊക്കെയാണ്? ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. ഏതാണ്? സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. താഴെ പറഞ്ഞവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നതിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? നമുക്ക് കിട്ടും അല്ലേ, പെട്ടെന്ന് കിട്ടുന്നതാണ്. 1976 42-ാം ഭേദഗതിയാണോ? അല്ല. 1978 44-ാമത്തെ ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ എന്ത് ചെയ്തത്? നിയമ അവകാശമാക്കി മാറ്റിയത് അല്ലെ. മൗലിക അവകാശത്തിൽ നിന്നും എടുത്തു മാറ്റി ഒരു നിയമ അവകാശമാക്കി മാറ്റിയത് 1978 44-ാം ഭേദഗതിയാണ്. എങ്കിൽ ഇതൊക്കെ പഠിക്കുക. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചു. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A അതൊക്കെ പഠിച്ചു വെക്കണേ. സ്വത്തവകാശം നിയമപരമായ അവകാശമാണ്. 1978 44-ാം ഭേദഗതി പ്രകാരമാണ്. ഇപ്പൊ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A കിടക്കുന്നത്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചു. അതൊരു നിയമ അവകാശമായി മാറിയല്ലോ. താഴെ പറഞ്ഞ പഞ്ചായത്ത് നിയമവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പഞ്ചായത്തി രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഡി ആണ് കേട്ടോ. സംസ്ഥാന പഞ്ചായത്ത് രാജുമായി നിയമവുമായി ബന്ധമില്ലാത്തത്. അതിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ത്രിതല സംവിധാനം. എന്താണ് ത്രിതല സംവിധാനം? പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല അല്ലെ. അങ്ങനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, 33% വനിതാ സംവരണം, ഇതൊക്കെ എന്താണ്? അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. 33% വനിതാ സംവരണം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രൂപീകരണം, ത്രിതല സംവിധാനം. താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡിയെ കണ്ടെത്തുക. ലിസ്റ്റുകൾ ഉണ്ടല്ലോ, ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ് അല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൽ വരുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡിയെ കണ്ടെത്തുക. ഏതാണ്? സി ആണ്, സമവർത്തി ലിസ്റ്റ്. എന്താ സമവർത്തി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? കൺകറന്റ് ലിസ്റ്റ് ആണ്. കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകളൊക്കെ വരുന്നത്. ഏതിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഇപ്പൊ കേന്ദ്ര പട്ടിക, പ്രതിരോധം വരും. പോലീസും ജയിലൊക്കെ ഏതിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരിക. സംസ്ഥാന പട്ടികയിൽ കൃഷി വരും. പക്ഷെ ദേശീയപാതയും തുറമുഖങ്ങളൊക്കെ ഏതിലാ വരിക? യൂണിയൻ ലിസ്റ്റിലാണ് വരിക. മനസ്സിലായോ? അവശിഷ്ടാധികാരത്തിലൊന്നും ഇത് വരില്ല. സൈബർ നിയമം മാത്രമാണ് അവശിഷ്ടാധികാരത്തിൽ വരുന്നത്. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? TH മാർഷൽ ആണ് പുസ്തകം രചിച്ചത്. സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ്. രാജ്യസഭയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക.
സി ആണ്. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 5 വർഷമാകുന്നു. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. ശരിയാണ്. രാജ്യസഭ ഉപരിസഭയാണ്. ശരിയാണ്. രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ശരിയാണ്. 2023 106ാമത് ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 106 ഇതാണ്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണമാണ് 106ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമ വനിതാ ശാക്തീകരണ ബില്ല്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ആൻസർ ഈസ് ബി ആണ്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത്. ശരിയാണ്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. ശരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഇന്ത്യയും പാകിസ്ഥാനും ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും അതെന്തിനാ പാകിസ്ഥാൻ? അത് വേണ്ട അല്ലേ? ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് താഴെ പറയുന്നതിൽ ഏതെല്ലാം ശരിയാണ്? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആൻസർ സി ആണ്. 1ഉം 4ഉം ശരിയാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. പിന്നെ KSDMA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. രണ്ടായിരത്തി 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ പ്രകാരം സംസ്ഥാനത്തിന്റെ വിഹിതം എത്ര ശതമാനമാണ്? തൊഴിൽ പദ്ധതിയാണ്, പഠിക്കണേ. വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ. എന്റെ അമ്മ ഇത് പഠിക്കണേ. ഏതാണ്? ബി ട്ടോ. 40. എത്ര ശതമാനമാണ് വിഹിതം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത്? 40%. കൊച്ചി മംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതാണ്? കൊച്ചി മംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതി കിൻഫ്രയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ വിജയ് കിഷോർ റാഹത്കർ. ജൈവ വൈവിധ്യ നാശത്തിന്റെ കാരണമായ തിന്മയുടെ ചതുഷ്കോണം താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തെരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ ആൻസർ സി ആണ്. ആവാസനാശവും വിഭജനവും, അമിത ചൂഷണം, അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശനാശം. ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സ്വയം പ്രതിരോധ രോഗം, സ്വയം പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു രോഗം, ഒരു സ്വയം പ്രതിരോധ രോഗം ഡി ആണ്. മയാസ്തേനിയ ഗ്രേവിസ്. മയാസ്തേനിയ ഗ്രേവിസ്. ഏതടേ അസുഖം എന്നില്ലേ? ഏതടേ അസുഖം? മയാസ്തേനിയ ഗ്രേവിസ്. ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ ഏതൊക്കെയാണ്? ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ സി ആണ്. 1ഉം 3ഉമാണ്. അബ്രിൻ, കോഡിൻ, റിസിൻ, കുർക്കുമിൻ. അബ്രിൻ, കോഡിൻ, റിസിൻ, കുർക്കുമിൻ. അടുത്തത് കൊളസ്ട്രോളിൽ കാണപ്പെടുന്ന ആന്റിബോഡി. കൊളസ്ട്രോളിൽ കാണപ്പെടുന്ന ആന്റിബോഡി IgA ആണ്. സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളിക. സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളിക ഏതാണ്? സഹേലി ആണ്. സഹേലി. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അസോസ്പെറില്ലം അല്ലേ? ഇതൊക്കെ SCRT-യിൽ കിടക്കുന്നുണ്ട്. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അസോസ്പെറില്ലം. സൂര്യനിലെ ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം പൈറോമീറ്റർ ആണ്. ഊഷ്മാവ് അളക്കാൻ ഏതാണ്? പൈറോമീറ്റർ. ഒരു യന്ത്രത്തോക്കിൽ നിന്നും ഒരു സെക്കൻഡിൽ m, അതായത് m പറയുമ്പോൾ മാസ്, പിണ്ഡവും, v പ്രവേഗവും വെലോസിറ്റി ഉള്ള n ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം ഏതാണ്? NMV. എന്താണ്? NMV. അതായത് ബുള്ളറ്റുകളുടെ എണ്ണം ഇൻറ്റു m ഇൻറ്റു v അങ്ങനെയാണ്. അപ്പൊ അനുഭവപ്പെടുന്ന ബലം NMV. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും ആരം ഭൂമിയുടെ 4/1 ഭാഗമുള്ള മറ്റൊരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള പലായന പ്രവേഗം എത്രയാണ്? ആൻസർ ഈസ് ബി ആണ്. 22.4 km/s. താഴെ പറയുന്നതിൽ ഭൗതിക ശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ഫിസിക്സിലെ ഏത് കണ്ടുപിടുത്തമാണ്?
ഏതാണ്? ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം ഏതാണ്? രാസപ്രവർത്തനത്തിന് ഉദാഹരണം മുകളിൽ പറഞ്ഞിരിക്കുന്നവ അല്ല. എല്ലാം. മെഴുക് കത്തുന്നത് അല്ലെ? മെഴുക് കത്തുമ്പോൾ ഉരുകും, പിന്നീട് അത് വീണ്ടും എന്താകില്ല, മെഴുകില്ലേ? അതാണ് എന്ത്? രാസപ്രവർത്തനമാണ്. ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത്, ഇതെല്ലാം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ? ഹൈഡ്രജൻ ആണ്. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം വൈദ്യുതി ഏറ്റവും നന്നായിട്ട് പ്രവഹിക്കുന്ന ലോഹം ഏതാണ്? വെള്ളിയാണ്. ഏതാനും ലായനികളുടെ pH മൂല്യം, അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ളത് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യം ഏതൊക്കെയായിരിക്കും? ആൻസർ സി ആണ്, 3ഉം 4ഉം. അതെന്താ? നമ്മള് ഇത് എളുപ്പമാണ് കണ്ടുപിടിക്കുക അല്ലെ? ആസിഡ് സ്വഭാവം എപ്പോഴും എന്തായിരിക്കും? 7ൽ താഴെ ഉള്ളതെല്ലാം, 7ൽ താഴെ എല്ലാം ആസിഡ് സ്വഭാവമാണ്. 7ഉം 7ൽ കൂടുതലുമാണെങ്കിൽ അത് ആൽക്കലി സ്വഭാവമാണ്. അപ്പൊ 7ൽ കൂടുതലുള്ളത് ഇവിടെ 8 ഉണ്ട്, pH 12 ഉണ്ട് അല്ലെ? അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യ കലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏതാണ്? ഗീതാ ഗോവിന്ദമാണ്. അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യ കലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഗീതാ ഗോവിന്ദം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് കലിംഗ സ്റ്റേഡിയമാണ്, ഭുവനേശ്വർ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതിയതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം. യുനെസ്കോയുടെ പൈതൃക, വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണേ. യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ദീപാവലിയാണ്. യുനെസ്കോ, അതൊക്കെ റിപ്പീറ്റേഷൻ. എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏതാണ്? ശരി അല്ലാത്തത് ബി ആണ് കേട്ടോ. എങ്കിൽ എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളായ 3 ഓപ്ഷനും പഠിച്ചു വെക്കുക. യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? യാത്രാനുഭവങ്ങളെ എങ്ങനെയാണ് കവിതകളായി ആവിഷ്കരിച്ചത്? സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ. നെക്സ്റ്റ് വൺ, ആത്മകഥാപരമായ നോവൽ എന്ന് എസ് കെ പൊറ്റക്കാട് തന്നെ വിശേഷിപ്പിച്ച കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. എസ് കെ പൊറ്റക്കാട് രചിച്ച നാടകമാണ് ഏത്? അച്ഛൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചേരുന്നത് ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചേരുന്നത് എ ഓപ്ഷൻ ആണ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പുന്നമടക്കായലിൽ നടത്തുന്ന വള്ളംകളിയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 56/2026. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ 1921-22 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഡി ആണ് കേട്ടോ. ഇതാണ് തെറ്റ്. അപ്പൊ നമുക്ക് 1, 2, 3 പഠിക്കേ. ധനസമാഹരണത്തിന്, അതായത് നിസ്സഹകരണ സമരവുമായിട്ട് ധനസമാഹരണത്തിന് തിലക് സ്വരാജ് ഫണ്ട് ആരംഭിച്ചു. ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിൽ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണാചാര്യയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചു. ഇതൊക്കെ SCRT-യിൽ കിടക്കുന്നത് കേട്ടോ. ദുഗ്ഗിരാല ഗോപാൽ, ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തു വന്നിട്ടുണ്ട് നിസ്സഹകരണ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കാശി വിദ്യാപീഠ്, ജാമിയ മിലിയ ഇസ്ലാമിയ പോലുള്ള ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. 1857 കലാപത്തിന്, അതായത് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ സി ആണ്, 1, 3, 4. ക്യാപ്റ്റൻ ഡെലനോയുടെ സഹകരണത്തോടെ തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ചു. പിന്നെ പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇതൊക്കെ ആരാണ് ചെയ്തത്? മാർത്താണ്ഡവർമ്മയാണ്. ക്യാപ്റ്റൻ ഡെലിനോയുടെ സഹകരണത്തോടെ തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ചതും പതിവ് കണക്ക് എന്ന പേരിൽ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചതും 1753 ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചതും ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ തന്നെയാണ്. അടുത്തത് നോക്ക്. താഴെ കൊടുത്തിരിക്കുന്നതിലെ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഏതാണ് വ്യക്തി എന്ന് തിരിച്ചറിയണം.
ആൻസർ ഏത് വരും? നമുക്ക് നോക്കാം എന്താണ് ഓപ്ഷൻ എന്ന്. അമേരിക്കൻ ഐക്യനാടുകളുടെ മൂന്നാമത്തെ പ്രസിഡന്റ്. അമേരിക്ക ഫ്രാൻസിൽ നിന്നും ലുസിയാന വിലയ്ക്ക് വാങ്ങിയത് ഇദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പ്രധാന ശില്പികളിൽ ഒരാളാണ്. ആരാണ്? തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ ആണ്. അപ്പൊ ഇതിൽ നിന്ന് ആൻസർ കിട്ടും അല്ലേ? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ പ്രധാന ശില്പികളാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ട്ടോ. അന്താരാഷ്ട്ര കൂട്ടായ്മയായ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് 2026 തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് രാജ്യമാണ്? അപ്പൊ 2026 ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനം ഏത് രാജ്യം? ആരാ? നമ്മുടെ ഇന്ത്യയാണ്. ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വരും. ഹിമാലയൻ നദികളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ഏത്? വേഗം ആൻസർ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിലുള്ളത്. അതാണ് എ ആണ്. 1, 2 ഹിമാനികളുടെ ഉരുകലും മഴയും കാരണം ഇവ സ്ഥിരപ്രവാഹ നദികളാണ്. ഇവയുടെ താഴ്ന്ന ഭാഗങ്ങളിൽ വിശാലമായ പ്രളയ സമതലങ്ങൾ രൂപപ്പെടുന്നു. നമ്മൾ പറഞ്ഞില്ലേ, ഹിമാലയൻ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിച്ചിട്ടാണ് ഉത്തര മഹാസമതലം രൂപം കൊണ്ടത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ വിശാലമായ പ്രളയ സമതലങ്ങൾ എന്ന് വന്നത്. 1ഉം 2ഉം ശരി വന്നു. ഇനി അടുത്ത നോക്കുക. ഇവയുടെ നീളം ഉപദ്വീപീയ നദികളെക്കാൾ കുറവാണ്. അല്ല, ഉപദ്വീപീയ നദികൾക്ക് നീളവും ആഴവും ഒക്കെ എന്താണ്? കുറവാണ് അല്ലേ? അപ്പോഴും ഏത് നദികൾക്ക് തന്നെയാണ് ആഴം കൂടുതലും നീളം കൂടുതലും ഒക്കെ? ഹിമാലയൻ നദികൾക്കാണ്. അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ്. 3 തെറ്റ് വരുന്ന ഓപ്ഷനൊക്കെ തിരഞ്ഞെടുത്താൽ മതി. കണ്ടോ? 1, 2. ഇനി ജാർഖണ്ഡിലെ ജാറിയ പ്രധാനമായും എന്തിനാണ് പ്രസ്ഥാനം? നമ്മൾ ചാറിയ എന്ന് പറയും, ഇങ്ങനെ പറയും അല്ലേ? എന്താണ്? സിയിലെ ഉയർന്ന നിലവാരത്തിലുള്ള കോക്കിംഗ് കൽക്കരി. കൊല്ലം ജില്ലയിലെ ചവറ പ്രദേശത്ത് ഖനനം ചെയ്യുന്ന ധാതുക്കളെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? ആൻസർ ഡി ആണ്. 1ഉം 2ഉം 3ഉം ശരിയായ പ്രസ്താവനയാണ്. കൊല്ലം ജില്ലയിലെ ചവറ പ്രദേശത്താണ് മോണോസൈറ്റ് ആണവോർജനത്തിനായിട്ട് ഉപയോഗിക്കുന്ന തോറിയത്തിന്റെ പ്രധാന ഉറവിടം. തോറിയത്തിന്റെ അയിരാണ് ഏത്? മോണോസൈറ്റ്. സിർക്കോൺ സെറാമിക് ഉൽപ്പന്നങ്ങൾ അധാര്യമാക്കാനും അവയുടെ താപ പ്രതിരോധ ശേഷി കൂട്ടാനും ഉപയോഗിക്കുന്നു. ഏത്? സിർക്കോൺ സെറാമിക് ഉൽപ്പന്നങ്ങൾ. റൂട്ടെയിൽ പെയിന്റുകളും പിഗ്മെന്റുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ പ്രധാനപ്പെട്ട ഉറവിടമാണ് കൊല്ലം ജില്ലയിലെ ചവറയിൽ നടക്കുന്നത് കേട്ടോ. റൂട്ടെയിൽ പെയിന്റുകളും പിഗ്മെന്റുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ പ്രധാനപ്പെട്ട ഉറവിടമാണ് കൊല്ലം ജില്ലയിലെ ചവറ. അപ്പൊ ടൈറ്റാനിയം ഡയോക്സൈഡ്, സിർക്കോൺ സെറാമിക് ഉൽപ്പന്നങ്ങൾ, തോറിയത്തിന്റെ പ്രധാന ഉറവിടം എല്ലാം കൊല്ലം ജില്ലയിലെ ചവറ. താഴെ പറയുന്നവയിൽ ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഉപപീഠഭൂമി ഏതാണ്? ഹസാരിബാഗ് പീഠഭൂമിയാണ്. ഹസാരിബാഗ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് സംബന്ധിച്ച താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്. ആൻസർ ഈസ് എ ആണ്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമാണ്. കൂടാതെ തന്നെ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഔദ്യോഗികമായിട്ട് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിന്റെ പുതിയ പേര് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ കടൽപ്പാലമാണ്. ഇത് മുംബൈയിലെ സേവ്രിയെ നവി മുംബൈയിലെ നഹ്വ ഷേവിയുമായി എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിക്കുന്നു. മുംബൈയിലെ സേവ്രി ഏതാണ്? നവി മുംബൈയിലെ ഏതാണ്? നവശേവ ട്ടോ. നവശേവയുമായി ബന്ധിപ്പിക്കുന്നു. സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. 2 ശാസ്ത്രം ഉണ്ട് അല്ലെ? സൂക്ഷ്മമുണ്ട്, സ്ഥൂലമുണ്ട്. ആരാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ജെയം കെയ്ൻസ് ആണ്. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം താഴെ തന്നിട്ടുള്ളത് ശരിയായ ജോഡി. പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ആദായ നികുതി, കെട്ടിട നികുതി ട്ടോ. ആദായ നികുതിയും കെട്ടിട നികുതി. നമ്മളിപ്പോ നമ്മുടെ ഒരു കെട്ടിടം, അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ടാക്സ് കൊടുക്കണം അല്ലെ? പരോക്ഷമാണോ? അല്ല. ഏതാണ്? പ്രത്യക്ഷമാണ്. GST ഒക്കെ ഏതാണ്? പരോക്ഷമാണ്. എക്സൈസ്, കസ്റ്റംസ് അല്ലെ? ഇതൊക്കെ എന്താണ്? പരോക്ഷ ടാക്സുകളാണ് അല്ലെ? അപ്പോൾ ഇവിടെ ആദായ നികുതിയും കെട്ടിട നികുതിയും എന്ത് നികുതിക്ക് ഉദാഹരണമാണ്? പ്രത്യക്ഷ നികുതി, ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണമാണ്. ഇന്ത്യയിൽ നടപ്പിലാക്കിയ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ആൻസർ ഈസ് ബി ആണ്. 56 to 61. താഴെ നൽകിയതിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. RBIയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ആൻസർ ഡി ആണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നു. വായ്പകളുടെ നിയന്ത്രകനായി പ്രവർത്തിക്കുന്നു. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു. വിദേശ വിനിമയത്തിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെടുന്നു.
ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറി അല്ലേ? ആദ്യമായതായിരുന്നു ചൈനയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നാം സ്ഥാനം ആരാണ്? ഇന്ത്യ ആണ് അല്ലെ? എപ്പോഴാണ് ജനസംഖ്യ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് നമ്മുടെ ഇന്ത്യ മാറിയത്? 2023 ഏപ്രിൽ മാസമാണ് കേട്ടോ. 2023 ഏപ്രിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത് ഏത് പദ്ധതിയിലെ നിർദ്ദേശപ്രകാരമാണ്? ആരാണ്? ക്യാബിനറ്റ് മിഷൻ അല്ലേ? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട 3 ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഏതാണ് നമ്മൾ ലിസ്റ്റുകൾ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഏതാണ് പട്ടിക? 7ാമത്തെ പട്ടികയാണ്. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മന്ത്രിമാരുടെ എണ്ണം പാർലമെന്റിലെ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളുടെ മൊത്തം എണ്ണത്തിന്റെ 15% കവിയരുത്. ഇതൊക്കെ നമ്മൾ പ്രീവിയസിൽ പഠിച്ചതാണ്. ഏതാണ്? 91ാമത്തെ ഭേദഗതി. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് നിയമിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ്? സർക്കാരിയ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എ ആണ്. 1ഉം 2ഉമാണ്. ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലെ? ധനകാര്യ കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. ആർട്ടിക്കിൾ ഏതാണ്? 280. ഇനി പിന്നെതാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് ശുപാർശകൾ നൽകുന്നത് ധനകാര്യ കമ്മീഷനാണ്. ഭരണഘടനാ സ്ഥാപനമല്ല, തെറ്റാണ് അല്ലെ? അപ്പൊ 3 വരുന്ന ഓപ്ഷൻ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി? മാറ്റിയാൽ മതി. 3 വരുന്നത് അല്ലേ? 3 വരുന്ന ഓപ്ഷൻ ഒക്കെ എന്താ? 3 മാത്രം ശരിയാണ്, തെറ്റാണ്. ഓക്കെ. താഴെ തന്നിട്ടുള്ളവയിൽ ഈ ഡിസ്ട്രിക്ട് സർവീസുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ് കേട്ടോ. ജനങ്ങൾക്ക് പൊതുസേവന കേന്ദ്രങ്ങൾ വഴി സർക്കാരിന്റെ സേവനങ്ങൾ നൽകുന്ന പദ്ധതിയാണ്. സേവനങ്ങൾ ഓൺലൈൻ വെബ് പോർട്ടൽ വഴിയാണ് ലഭിക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. സ്നേഹപൂർവ്വം പദ്ധതി. സ്നേഹപൂർവ്വം, ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ലാങ് പോലെ ഞാൻ ഇങ്ങനെ പ്രയോഗിച്ചതാണ്. സ്നേഹപൂർവ്വം പദ്ധതി എങ്ങനെയാ? മാതാപിതാക്കളിൽ ആരെങ്കിലും മരണമടഞ്ഞതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ കുട്ടികൾക്ക് നൽകുന്ന പഠന സഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നത് അല്ലെ? മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം. സ്വദേശ് സമ്മാൻ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം ഏതാണ്? ഏതാണ്? KSFE ആണ് കേട്ടോ. KSFE. ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡോപ്സൺ യൂണിറ്റ് ആണ്. ബിറ്റോട്ട് സ്പോട്ട് ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം. ബിറ്റോട്ട് സ്പോട്ട് ഏത് വൈറ്റമിന്റെ കുറവ് കൊണ്ടാണ് ബിറ്റോട്ട് സ്പോട്ട്? നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ ഒരു കളറിൽ ഒരു എന്താ പറയാ, ചെറിയൊരു കുത്തു പോലെ കാണും. അതായത് സ്പോട്ട്, ഒരു ചെറിയ കുത്ത്. അത് ഏത് വൈറ്റമിന്റെ കുറവ് കൊണ്ടാണ്? വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ്. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി. വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യ സംരക്ഷണ പദ്ധതി ഏതാണ്? ജീവനി. COP30 ചർച്ചയിലെ ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? COP30 എന്താണ്? കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയാണ് അല്ലെ? COP30 എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ആശയം ഏതാണ്? ലോസ് ആൻഡ് ഡാമേജ് എന്ന ആശയം എന്തിനെ സൂചിപ്പിക്കുന്നു? ഏതാണ്? കാലാവസ്ഥാ മാറ്റമുള്ള നഷ്ടമാണ്. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആപേക്ഷിക ആർദ്രത ഹൈഗ്രോമീറ്റർ ആണ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. ഇതൊക്കെ നമ്മൾ ഫിസിക്സിൽ നമ്മൾ ഈ 30 ഡേയ്സ് ചാലഞ്ചിന്റെ ക്ലാസ്സിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. ഭൂമിയുടെ കേന്ദ്രം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ കേന്ദ്രം ഭൂമധ്യ രേഖയിൽ എന്നൊക്കെ നമ്മൾ വ്യത്യാസമായിട്ട് നമ്മൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. ഏതാണ്? 0 അല്ലെ? ഭൂകേന്ദ്രത്തിൽ എപ്പോഴും ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചതും കര, കടൽ, ആകാശം എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്നതുമായ മിസൈൽ ഏതാണ്? ഇന്ത്യയുടെ റഷ്യയുടെയും ഏതാണ്? ബ്രഹ്മോസ് ആണ്. താഴെ പറയുന്ന ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം. ആൻസർ സി ആണ്.
എന്താണ് 30 അല്ലെ? അതായത് 56-ൽ നിന്നും 26 മൈനസ് ചെയ്തു, അതിൽ നിന്നും കിട്ടുന്നതാണ് 30. അതാണ് ഏത് പറയുന്നത്? ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം. ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ എന്താ ചെയ്യുക? മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ അല്ലെ? 298 K താപനിലയിൽ ഹീലിയം ആറ്റം ഹൈഡ്രജൻ തന്മാത്രയേക്കാൾ 2 മടങ്ങ് ഭാരമുള്ളതാണ്. ഹീലിയത്തിന്റെ ശരാശരി ഗതികോർജം എന്താണ്? അതായത് 298 കെൽവിൻ താപനിലയിൽ ഹീലിയം ആറ്റം ഹൈഡ്രജൻ തന്മാത്രയേക്കാൾ എന്തായിരിക്കും? 2 മടങ്ങ് ഭാരമാകും. എന്നാൽ ഹീലിയത്തിന്റെ ശരാശരി ഗതികോർജം കൈനറ്റിക് എനർജി എന്താണ്? ആൻസർ ഡി ആണ്. ഹൈഡ്രജൻ തന്മാത്രയുടെ അത്രയും തന്നെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടമായ സേവാ തീർത്തിന്റെ ഉദ്ഘാടനം, അപ്പൊ ഇത് പഠിച്ചു വെക്കണേ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് കെട്ടിടം ഏതാണ്? സേവാ തീർത്ത്. അതിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഒരു 100 രൂപയുടെ സ്മരണിക നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഏത് ലോഹസങ്കരം ഉപയോഗിച്ചിട്ടാണ് ആ നാണയം നിർമ്മിച്ചിരിക്കുന്നത്? ഏതാണ്? നിക്കൽ സിൽവർ കേട്ടോ. നിക്കലും സിൽവറും കൊണ്ടാണ്. നിക്കൽ സിൽവർ, നിക്കൽ സിൽവർ. കച്ചം എന്നാൽ എന്താണ്? എന്താണ് കച്ചം എന്നാൽ? എന്താണ്? ഒരു പെരുമാറ്റച്ചട്ടമാണ്. പ്രാചീന കവിത്രയങ്ങളിൽ ശബ്ദസുന്ദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി വള്ളത്തോൾ നാരായണ മേനോൻ. ഇവിടെ നോക്കിക്കേ, 15 ലവ് എന്ന പദം ഏത് കായിക മത്സരത്തിലാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? ടെന്നീസിലാണ്. 2026-ൽ വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം. 2026-ലെ വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഇറ്റലി മിലാനോ കോർട്ടിന അല്ലെ? ഇറ്റലി ആൻഡ് മിലാനോ കോർട്ടിന. 2026-ലെ ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് പറയാ. ക്ലാസ് എടുത്ത് തന്നു. ഓസ്കാർ അവാർഡ് ഞാൻ ക്ലാസ് എടുത്ത് തന്നാണ്. 2026-ലെ ഓസ്കാർ അവാർഡിന് അർഹമായ ഏറ്റവും നല്ല ചലച്ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. നെക്സ്റ്റ് വൺ 58/2026 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം. മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചത് ആരാണ്? മഹത്തായ കുതിച്ചുചാട്ടം എന്ന പദ്ധതി ചൈനയിൽ ആരംഭിച്ചത് ആരാണ്? ആരാണ്? മാവോ സേ തുങ്. ബ്രിട്ടീഷുകാർക്കെതിരായി 1857-ൽ ഇന്ത്യയിൽ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നോ എന്ന ചിത്രം വരച്ചത്. റിലീഫ് ഓഫ് ലക്നോ എന്ന ചിത്രം വരച്ചത് ആരാണ്? ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ ആണ്. ആരാണ്? തോമസ് ജോൺസ് ബാർക്കർ ആണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിൽ ഉണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാർ മേഖലയാണ്. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് ആര്? ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? സിക്കന്ദർ ഹയാത്ത് ഖാൻ ആണ്. ആരാണ്? സിക്കന്ദർ ഹയാത്ത് ഖാൻ ആണ് പാകിസ്ഥാൻ പ്രമേയം തയ്യാറാക്കിയത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട വർഷം 1921. ലോകത്തിലെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ത്രിവർണ്ണ പതാക സ്ഥാപിച്ചത് എവിടെയാണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ത്രിവർണ്ണ പതാക എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഇന്ത്യയിലെ ത്രിവർണ്ണ പതാക സ്ഥാപിച്ചത് എവിടെ? ആൻഡമാൻ നിക്കോബാറിലാണ്. സ്മാർട്ട് സിറ്റി ദൗത്യത്തിന്റെ ലക്ഷ്യം. സ്മാർട്ട് സിറ്റി ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? ശുചിത്വപൂർണവും സുസ്ഥിരവുമായ ചുറ്റുപാട്. ഉത്തരേന്ത്യയിൽ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിള. ഉത്തരേന്ത്യയിലെ ഖാരിഫ് കാലത്തും ദക്ഷിണേന്ത്യയിൽ റാബി കാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിള ഏതാണ്? നിലക്കടലയാണ്. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത. വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി സാന്ദ്രത 2.7 ഗ്രാം ഘന സെന്റിമീറ്റർ ആണ്. ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിര് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏത് തരമാണ്? ഹിമാലയ പർവ്വത നിരകൾക്കിടയിലെ ഇന്ത്യൻ ഫലകാതിര് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഏതു തരമാണ്? വൻകര സംയോജനം. താഴെ തന്നിരിക്കുന്നതിൽ ഒപെക് അംഗരാജ്യം അല്ലാത്ത, അതായത് ഒപെക്കില് അംഗരാജ്യം അല്ലാത്തത് ആര്? അമേരിക്കൻ ഐക്യനാടുകൾ ഒപെക്കില് അംഗമല്ല. അകാൽ, ത്രികാൽ, ജൽകാൽ എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്? അകാൽ, ത്രികാൽ, ജൽകാൽ എന്നീ പദങ്ങൾ ഏത് പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്? വരൾച്ച. 1991-ലെ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ 2 നയങ്ങളായിട്ടാണ് സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കിയത്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ നയങ്ങൾ കണ്ടെത്തുക.
രണ്ട് നയങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 13ാമത്തെ ആൻസർ സി ആണ്, 1ഉം 2ഉം അല്ലെ. ഘടനാപരമായ പരിഷ്കരണ നടപടികളും സ്ഥിരത കൈവരിക്കാനുള്ള നടപടികളും അല്ലെ. ഘടനാപരമായത് എന്ന് പറയുമ്പോൾ ദീർഘകാല ഇത് അടിസ്ഥാനമാക്കിയിട്ട്, ഇത് ഹ്രസ്വകാല അടിസ്ഥാനമാക്കിയിട്ടും. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയായ വാക്യം. ഒന്നാം ഘട്ടം 1960കളുടെ മധ്യം മുതൽ 1970കളുടെ മധ്യം വരെയാണ്. അപ്പൊ ഒന്നാം ഘട്ടത്തിന്റെ ചോദ്യമാണ് പഠിച്ചിരിക്കുന്നത് 60 to 70 കേട്ടോ. ഒന്നാം ഘട്ടം. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും മറ്റു പ്രധാന രാഷ്ട്രീയ നേതാക്കളും ചിന്തകരും ചേർന്ന് ഇന്ത്യക്ക് ഒരു അനുയോജ്യമായ സമ്പദ് വ്യവസ്ഥ കണ്ടെത്തി. ആ സമ്പദ് വ്യവസ്ഥയുടെ ശരിയായ സവിശേഷത എന്താണ്? ഏതായിരുന്നു നമ്മുടെ ഇന്ത്യ കൈക്കൊണ്ട സമ്പദ് വ്യവസ്ഥ? സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെയുള്ള ശക്തമായ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. ഏതാണ്? സ്വകാര്യ മേഖലാ പങ്കാളിത്തത്തോടെയുള്ള ശക്തമായ പൊതുമേഖലാ സമ്പദ് വ്യവസ്ഥ. അതായത് രണ്ടും കൂടി ചേർന്ന മിശ്ര സമ്പദ് വ്യവസ്ഥ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പൊതുവായ സവിശേഷതകൾ കണ്ടെത്തുക. പൊതുവായ സവിശേഷതകൾ 1ഉം 2ഉമാണ്. സാമ്പത്തിക വളർച്ച, സ്വയം പര്യാപ്തത, സാമൂഹ്യനീതി, ആധുനികവൽക്കരണം, ഇതെല്ലാം. കേരളത്തിൽ നടപ്പിലാക്കിയ സ്ത്രീ കേന്ദ്രീകൃതമായ ഒരു സാമൂഹ്യാധിഷ്ഠിത ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് ഏതായിരുന്നു? പാവപ്പെട്ട സ്ത്രീകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കുടുംബശ്രീ തന്നെയാണ്. 2016 നവംബർ 8-ന് ഇന്ത്യ നടപ്പിലാക്കിയ നോട്ട് നിരോധനത്തിന്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നതിൽ എന്ത്? 2016 നവംബർ 8-ന് അല്ലെ 8ന്റെ പണി തന്നു എന്ന് പറയില്ലേ? അതെന്താ? എന്തൊക്കെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അന്ന് നോട്ട് നിരോധനം നടപ്പിലാക്കിയത്? എല്ലാം ശരിയാണ് കേട്ടോ. കള്ളപ്പണം നിയന്ത്രിക്കാനും അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിനും തീവ്രവാദത്തെ ചെറുക്കുന്നതിനും. ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ 26. അടുത്തത് നോക്ക. ഈ താഴെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തത് ഏത്? പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തത് സി ആണ്. ഇതാണ് പാർലമെന്ററി വ്യവസ്ഥയിൽ പെടാത്തത്. കാര്യനിർവഹണ വിഭാഗത്തെ നിയമനിർമ്മാണ സഭ നിയന്ത്രിക്കും. രാഷ്ട്രത്തലവന്റെ അധികാരങ്ങൾ നാമമാത്രമായിരിക്കും. ഭരണതലവനും രാഷ്ട്രത്തലവനും രാഷ്ട്രപതി ആയിരിക്കും. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏത് അനുച്ഛേദമാണ് മതസ്വാതന്ത്ര്യം? 25 to 28. 1976 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ഭാഗം അല്ലെ 4 ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇത് പ്രകാരം 51 ഈ അനുച്ഛേദമായി എത്ര മൗലിക കർത്തവ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്? എത്ര മൗലിക കർത്തവ്യങ്ങൾ ഇപ്പോൾ ഉള്ളത്? 11 അല്ലെ. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറ്റ് 2 കമ്മീഷണർമാരും അടങ്ങുന്നത് 3. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 1976 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് വിവരിക്കുന്ന ഭാഗം 3. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്ന്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് എങ്ങനെ ആൻസറിലേക്ക് എത്താൻ. ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ദിയ ബിനു പുളിക്കക്കണ്ടം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്താണ്? പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്കുള്ള അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ. നിയമസഭ, ലോകസഭ എല്ലാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മൗലിക ചുമതലകൾ. ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി 42. ഗവർണറുടെ പദവിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏത്? ഇത് തെറ്റാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഗവർണറെ നിയമിക്കുന്നത്. അല്ല, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഗവർണറെ നിയമിക്കുന്നത്. ഗവർണറുടെ ഔദ്യോഗിക വസതി ഏതാ? ലോക് ഭവൻ. പഠിച്ചോ? ഗവർണറുടെ ഔദ്യോഗിക വസതി ലോക് ഭവൻ. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഗവർണറെ നിയമിക്കുന്നത്. ശരിയാണ്. ഗവർണർ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തലവനാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന സ്നേഹപൂർവ്വം പദ്ധതി വിഭാവന. കണ്ടോ? വീണ്ടും സ്നേഹപൂർവ്വം വന്നു. ഏതാണ് ചോദ്യം? വീണ്ടും റിപ്പീറ്റേഷൻ ചെയ്തില്ലേ? നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്ര സ്നേഹപൂർവ്വം കണ്ടു? ഏതാണ്? മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ 2 പേര് നഷ്ടപ്പെട്ട വിദ്യാർത്ഥിക്ക് ധനസഹായം നൽകാൻ. താഴെ പറയുന്ന ജീവിതശൈലി രോഗം ഏതാണ്? ബി ആണ് അല്ലേ? ഏതാണ്? ഒബിസിറ്റി ആണ് കേട്ടോ. ഒബിസിറ്റി. ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നു പോകാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട മൂലകം.
1ഉം 3ഉമാണ് സോഡിയവും പൊട്ടാസ്യവും. ശരിയായ വാരിയല് എന്ന് പറഞ്ഞാൽ എത്ര ജോഡി വാരിയല്ല? 1 മുതൽ 7 ജോഡി വാരിയലുകൾ. അല്ല സോറി, 34ാമത്തെ ആൻസർ എ ആണ് കേട്ടോ. 1 തന്നെയാണ്. 1 മുതൽ 7 വരെ ജോഡി വാരിയെല്ലുകൾ. മനുഷ്യനേത്രത്തിലെ പീതബിന്ദു എന്ന ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ ശരിയായത് ഏതാണ്? 2 കേട്ടോ. കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറവാണ്. ഇതാണ് പീതബിന്ദു ഭാഗത്ത്. കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്, റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല. ഭൂമിയുടെ ശ്വാസകോശം ഏതാണ്? ആമസോണിയൻ മഴക്കാടുകൾ. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്കാണ് കേട്ടോ നൽകി വരുന്ന ധനസഹായ പദ്ധതി ഏതാണ്? 4 കേട്ടോ. സമാശ്വാസം പദ്ധതി 4ആണ്. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഉപയോഗം എന്താണ്? കാലാവസ്ഥാ നിരീക്ഷണം. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ ഏതിനാണ് കൂടുതൽ ത്വരണം ഉണ്ടാകുന്നത്? ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ ഏതിനാണ് കൂടുതൽ ആക്സിലറേഷൻ, ത്വരണം ഉണ്ടാകുന്നത്? ബൈക്കിന്. മഴവില്ല് കാണുവാനായി സൂര്യന്റെ സ്ഥാനം എങ്ങനെയായിരിക്കണം? മഴവില്ല് കാണുവാനായി സൂര്യന്റെ സ്ഥാനം എങ്ങനെയായിരിക്കണം? നിരീക്ഷകന്റെ പിന്നിൽ. വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു കാപ്പിലറി ട്യൂബ് വെക്കുമ്പോൾ ട്യൂബിലെ ജലനിരപ്പ് 4 സെന്റിമീറ്റർ ഉയരും. പകുതി വ്യാസമുള്ള ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം എത്ര സെന്റിമീറ്റർ ഉയരും? 8 സെന്റിമീറ്റർ. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ എന്താണ്? കാർബൺ എന്ന് പറയുന്നത് ഒരു മൂലകമാണ്. അതിന്റെ എന്താണ് ഈ ഡയമണ്ടും ഗ്രാഫൈറ്റും? ഏതാണ്? രൂപാന്തരങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം. 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ എത്ര അമോണിയ തന്മാത്രകൾ ഉണ്ട്? 43 ഡി ആണ്. 18.066 × 10⁻23. സ്ഥിരോഷ്മാവിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ, ഇവിടെ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, മർദ്ദവും വ്യാപ്തവും തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. 2 ബാർ 50 ലിറ്റർ, 1 ബാർ 100 ലിറ്റർ, 5 ബാർ 20 ലിറ്റർ. ഈ പട്ടിക ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നത്? അവിടെ വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട, മർദ്ദവും വ്യാപ്തവും എന്തിനെ കുറിച്ച് പറയുന്നു? ഏതാണ്? ബോയിൽ നിയമമാണ് അല്ലെ? മർദ്ദവും വ്യാപ്തവും. മർദ്ദം, വ്യാപ്തം എന്താണ്? പ്രഷറും വ്യാപ്തവും എന്താണ്? PV എന്താ? ബോയിൽ നിയമമാണ്. ചാൾസ് എന്താണ്? ടെമ്പറേച്ചർ ആണ്, PT ആണ് അല്ലെ? ചാൾസ് നിയമം. താപനിലയാണെങ്കിൽ ചാൾസ് നിയമമാണ് അല്ലെ? ഇനി ഇവിടെ തന്മാത്ര എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവഗാഡ്രോ, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അമ്ലമഴയുടെ pH 4നും 5നും ഇടയിലാണ്. പ്രമുഖ നോവലിസ്റ്റും കാർട്ടൂണിസ്റ്റുമായ OV വിജയന്റെ കൃതികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ്? OV വിജയന്റെ കൃതികൾ. 1ഉം 2ഉം. പ്രവാചകന്റെ വഴി, ഗുരുസാഗരം. മലയാളത്തിൽ ആദ്യമായി പിന്നണി ഗാനം അവതരിപ്പിക്കപ്പെട്ട ചലച്ചിത്രം നിർമ്മല. താഴെ കൊടുത്തിരിക്കുന്ന ചലച്ചിത്ര നടന്മാരിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചവർ ആരെല്ലാം? 1ഉം 4ഉമാണ്. മോഹൻലാലും രജനീകാന്തും. 2025 ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മലയാളി താരം. P. മാളവിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തനത് നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങൾ ഏതെല്ലാം? തനത് നാടക പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന നാടകങ്ങൾ ഏതെല്ലാം? ആൻസർ C ആണ് ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് 2026 എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി 2025 ഒരു ദിവസം ഒരു കാര്യം ചെയ്യാം. ഒരു 2 ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് 2025 നമുക്ക് വേഗം തീർക്കാം കേട്ടോ. ഓക്കെ, ക്ലാസ്സിലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാർ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞു. താഴെ കമന്റുകളൊക്കെ ഞാൻ കണ്ടു. 2025 ഒറ്റയടിക്ക് ക്ലാസ് അല്ലെങ്കിൽ 2026 ഒറ്റയടിക്ക് അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൊക്കെ ഞാൻ കമന്റുകൾ കണ്ടിരുന്നു. അത് പ്രകാരം തന്നെയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ക്ലാസ്സുകൾ പോകുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.